കേരളത്തെ ഇന്നത്തെ കേരളമാക്കി മാറ്റിയതിൽ, അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തെ വാർത്തെടുത്തതിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്കും നവോത്ഥാനത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികൾക്കും വളരെയധികം പങ്കുണ്ട്. നവോത്ഥാന കാലഘട്ടത്തിലെ സുവർണ നക്ഷത്രം എന്ന് നമ്മൾ പറയുന്ന നാരായണ ഗുരുവിൻ്റെ ജീവിത ചരിത്രമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ എഴുതപ്പെട്ടുള്ള ജീവചരിത്രം. ഏതാണ്ട് 2000-ലേറെ ജീവചരിത്ര ഗ്രന്ഥങ്ങൾ ലഭ്യമാണ്. ഇന്ത്യൻ ഭാഷകളിലും വിദേശ ഭാഷകളിലുമായിട്ട് 2000-ലേറെ ജീവചരിത്ര ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് എഴുതപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയൊക്കെ എഴുതപ്പെട്ടിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ചില സംഭവങ്ങൾ പലരും പലയിടത്തും രേഖപ്പെടുത്തി കാണുന്നില്ല. 1882 അദ്ദേഹം വിവാഹം ബന്ധം ഉപേക്ഷിച്ച് അവധൂതനായി ആദ്യമെത്തുന്നത് തിരുവനന്തപുരം പട്ടണത്തിന് കുടിവെള്ളം നൽകുന്ന കരമനയാറ്റിൻ്റെ തീരത്ത് അരുവിക്കര പഞ്ചായത്തിലാണ്. അവിടെ അദ്ദേഹം 2-3 ദിവസം മാത്രമേ അദ്ദേഹത്തിന് താമസിക്കാൻ കഴിഞ്ഞുള്ളൂ. അതിനിടയ്ക്ക് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം കാരണം അദ്ദേഹം നാട് വിട്ടു പോകും. അവിടുന്ന് സ്ഥലം വിടി കാണിച്ചു. അവിടെ നിന്നാണ് അദ്ദേഹം അരുവിപ്പുറത്തേക്കൊക്കെ പോകുന്നത്. ആ സ്ഥലം ഇന്നും അറിയപ്പെടുന്നത് നാണുമല എന്നാണ്. ക്വാറികൾ കയ്യേറുകയും അദ്ദേഹം അവിടെ ഇരുന്ന ഒരാളിനും കഷ്ടിച്ചിരിക്കാവുന്നൊരു ഗുഹ ഇന്ന് അപ്രത്യക്ഷമായിട്ടുണ്ട്. അവിടെ പാറ പോലും ഇല്ലാത്തൊരവസ്ഥ ഉണ്ട്. അത് എങ്ങും രേഖപ്പെടുത്തി കാണുന്നില്ല. നാരായണ ഗുരുവിനെ ചികിത്സിച്ച 10-12 ഡോക്ടർമാരെ കുറിച്ച് വളരെ വിശദമായി പലരും എഴുതിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിനെ ചികിത്സിച്ച ദന്ത ഡോക്ടറെക്കുറിച്ച്, ഡോക്ടർ ജീവോ പാൽ, അദ്ദേഹത്തെക്കുറിച്ച് ആരും എങ്ങും എഴുതി കണ്ടിട്ടില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ അദ്ദേഹം ഇഷ്ടപ്പെട്ട് തമിഴിൽ നിന്ന് വിവർത്തനം ചെയ്ത തിരുക്കുറൾ ആ പൂർണ്ണമായ രൂപത്തിൽ ഇന്നും കണ്ടെത്തിയിട്ടില്ല. പലയിടത്തും പല കഷണങ്ങളായിട്ട് ഒക്കെ കിടക്കുക. അതുപോലെ അധികം ആരും രേഖപ്പെടുത്താതെ പോയൊരു സംഭവമാണ് നാരായണ ഗുരു ദത്തെടുത്തു വളർത്തിയ 5 ദളിത് കുട്ടികളുടെ കഥ. 2000-ലേറെ ജീവചരിത്ര കൃതികൾ ലഭ്യമാണെങ്കിലും 1-2 കൃതികളിലാണ് വളരെ ചെറിയൊരു സൂചന മാത്രം ഉള്ളത്. ഇത് കൃത്യമായ തെളിവുകളും രേഖകളുമുള്ള വിവരങ്ങളാണ് ഗുരുവിനെ ഈ 5 അദ്ദേഹത്തിൻ്റെ മാനസപുത്രന്മാരുടെ സംഭവം. അതിൽ അദ്ദേഹം 5 പേരെയാണ് ദത്തെടുക്കുന്നത്. ഈ 5 പേരെ ദത്തെടുക്കുന്നത് അതായത് 1904 അദ്ദേഹം വർക്കലയിലെ പറച്ചൻ വിള എന്ന് പറയുന്ന സ്ഥലം, പറങ്കിമാവും മാത്രമുള്ള ആളുതാമസമില്ലാത്ത ഒരു പോറ്റയായ ഒരു പ്രദേശമാണ് ഇന്ന് ഈ പറച്ചൻ വിള. ഈ പറച്ചൻ വിളയാണ് അദ്ദേഹം ആശ്രമം സ്ഥാപിക്കുകയും ശിവഗിരി എന്നൊക്കെ അതിന് പേരിടുകയും ഒക്കെ ചെയ്ത് വളരെ പിന്നീടാണ്. ഇവിടെ ഈ 5 കുട്ടികളെ, ദളിത് കുട്ടികളെ ദത്തെടുക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം തോന്നി. അങ്ങനെ 5 കുട്ടികളെ അദ്ദേഹം അവിടുത്തെ ആ സെറ്റിൽമെൻറ്റ് ഏരിയയിൽ നിന്ന് 5 ദളിത് കുഞ്ഞുങ്ങളെ ദത്തെടുക്കുകയും ചെയ്തു. 5 പേരുടെ പേരിതാണ്. ആദ്യത്തെ ആൾ പേരേറ്റുവിള കൊച്ചുചടയൻ, രണ്ടാമത്തേത് വെങ്കടമൂട്ടിൽ ശങ്കരൻ, മൂന്നാമത്തെ വയലിൽ രാഘവൻ, നാലാമത്തേത് ചെറുകുന്നം കൃഷ്ണൻ, അഞ്ചാമത്തേത് മുട്ടപ്പലം കൊച്ചാപ്പി. ഈ 5 കുട്ടികളെ ദത്തെടുത്തു. ഇതിൽ ഈ 5 പേരിൽ ഒരാളിൻ്റെ വിവരം മാത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. ബാക്കിയുള്ള വിവരങ്ങൾ അവർക്ക് സംഭവിച്ചു എന്ന് നമുക്കറിയില്ല. കാരണം ഗുരു സമാധിയായതിനു ശേഷം ഉണ്ടായ ചില സംഭവ വികാസങ്ങൾ പലർക്കും അറിയാവുന്ന ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സന്നിധാവസ്ഥയിൽ ഈ 5 പേരും ആശ്രമം വിട്ടു. അതിൽ ഈ പേരേറ്റുവിള കൊച്ചു ചടയനാണ് നാരായണ ഗുരു ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്ന വ്യക്തി. അപ്പോൾ വളരെ ഇരുനിറമുള്ള ഓമനത്വമുള്ള ആ മുഖത്തിനും ആ ശരീരത്തിനും ഈ കൊച്ചു ചടയൻ എന്നുള്ള പേര് ചേരുന്നില്ല എന്നുള്ളത് കൊണ്ട് ഗുരു അദ്ദേഹത്തിന് ഒരു പുതിയ പേരിട്ട് കൊടുത്തു, കുഞ്ഞിരാമൻ. അങ്ങനെ കുഞ്ഞിരാമൻ എന്നാണ് ഗുരു അവസാനം വരെയും വിളിച്ചിരുന്നത്. അതുമാത്രവുമല്ല, ഗുരുവിൻ്റെ സമാധി സമയത്ത് ഗുരുവിനോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളിൽ ഒരാൾ ഈ കുഞ്ഞിരാമനാണ്. അപ്പോൾ ഗുരു സമാധിയായി. കുഞ്ഞിരാമൻ അടക്കമുള്ള ആളുകൾക്ക് കിട്ടിയിരുന്ന പരിഗണന ലഭിക്കാതെ വന്നതിനെ തുടർന്നാവണം അവരവിടം വിട്ടു. ഇതിൽ ഈ കൊച്ചു ചടയൻ എന്ന കുഞ്ഞിരാമൻ അദ്ദേഹം നേരെ മയ്യനാട്ടേക്ക് അദ്ദേഹത്തിൻ്റെ ബന്ധുവിൻ്റെ വീട്ടിലേക്കാണ് പോയത്. അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം 10ാം ക്ലാസ് പാസ്സായി, അന്നത്തെ 10ാം ക്ലാസ്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു വള്ളത്തിൽ കയറി അദ്ദേഹം പേട്ടയിലിറങ്ങി. പേട്ടയിൽ
നിന്ന് അന്ന് ഈ കോർപ്പറേഷനിലെ ഈ മാലിന്യം മുഴുവൻ നീക്കം ചെയ്യുന്ന കാളവണ്ടികളിലാണ്. അങ്ങനെ മാലിന്യം കൊണ്ടുവന്നൊരു കാളവണ്ടിയിൽ അയാളുടെ സൗജന്യത്തിൽ അവിടെ നിന്ന് കയറി അദ്ദേഹം നേരെ വഞ്ചൂരെത്തി എന്നൊരു കാരണമുണ്ട്. കാരണം ഗുരു ജീവിച്ചിരുന്ന കാലത്ത് ഗുരുവിനെ നിത്യേന സന്ദർശിച്ചിരുന്ന ഒരു ജഡ്ജി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഗോവിന്ദൻ ജഡ്ജി എന്നാണ്. അങ്ങനെ ഈ ഗോവിന്ദൻ ജഡ്ജിയെ ചെന്ന് കാണുന്നു. ഗോവിന്ദൻ ജഡ്ജി അദ്ദേഹത്തിന് പകർത്തിയെഴുത്ത് ഉദ്യോഗം കോടതിയിൽ കൊടുത്തു. അങ്ങനെ കുറച്ച് നാൾ പകർത്തിയെഴുത്ത് ഉദ്യോഗമൊക്കെ നടത്തപ്പോൾ ഈ സ്വാതന്ത്ര്യ സമരം സ്റ്റേറ്റ് കോൺഗ്രസ് ശക്തി പ്രാപിച്ചു വരികയും സ്വാതന്ത്ര്യ സമരം ഏതാണ്ട് രൂക്ഷമായി വരികയും ചെയ്ത ഒരു കാലഘട്ടത്തിൽ ഇദ്ദേഹം ജോലി ഉപേക്ഷിച്ച് നേരെ സമരരംഗത്തേക്ക് വരുന്നു. അതിൻ്റെ പ്രധാന കാരണം സി കേശവനാണ്. സി കേശവൻ്റെ പ്രവർത്തന രംഗം വന്ന് തിരുവനന്തപുരത്തായിരുന്നു. അങ്ങനെ അദ്ദേഹം അതിനകത്ത് വരുന്നു. 1936 ക്ഷേത്രപ്രവേശന വിളംബരം പ്രഖ്യാപിക്കുമ്പോൾ അന്ന് ദളിതരുമായി ചിത്തിര തിരുനാൾ ക്ഷേത്രത്തിൽ കയറുന്ന കൂട്ടത്തിലൊരാൾ ഈ കുഞ്ഞിരാമനായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം സജീവമായി രംഗത്ത് വന്നു. വിവാഹം കഴിഞ്ഞു. അങ്ങനെ ഈ കുഞ്ഞിരാമന് ഈ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ, മുനിസിപ്പൽ തിരഞ്ഞെടുപ്പ് കാലം വന്നപ്പോൾ പൊട്ടക്കുഴി വാർഡിൽ നിന്ന് അദ്ദേഹം മത്സരിച്ചു, ജയിച്ചു, കോർപ്പറേഷൻ മെമ്പറായി, കൗൺസിലറായി. അത് കഴിഞ്ഞ് 1970 വീണ്ടും അദ്ദേഹം മത്സരിച്ച് അംഗമാകുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് 27 സീറ്റും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിച്ച പൗരമുന്നണിക്ക് 17 സീറ്റും ലഭിച്ചു. അപ്പോൾ സ്വാഭാവികമായും ചെയർമാൻ അല്ലെങ്കിൽ മേയർ കോൺഗ്രസ്സിന് ലഭിക്കണം. അന്ന് ഒരാളിന്, അതായത് ഈ നഗരപാലിക ബില്ലൊക്കെ പാസ്സാകുന്നതിന് മുമ്പുള്ളൊരു കാലഘട്ടമാണ്. മേയർക്ക് 1 കൊല്ലത്തിൽ കൂടുതൽ തുടരാൻ കഴിയില്ല. 1 കൊല്ലം കഴിഞ്ഞാൽ ആ മേയർ സ്ഥാനം ഒഴിയാണ് അടുത്ത ആൾ മേയറായിട്ട് വരണം. റിസർവേഷൻ എന്ന് പറയുന്ന സമ്പ്രദായം വാർഡുകളിൽ മത്സരിക്കാൻ മാത്രമേ ഉള്ളൂ. മേയറായിട്ടോ പ്രസിഡൻ്റായിട്ടോ ഒന്നും റിസർവേഷൻ സംവിധാനങ്ങളൊന്നും ഇല്ലാതിരുന്നൊരു കാലം 1970 കാലഘട്ടം. അങ്ങനെ കോൺഗ്രസ്സിന് മേയർ സ്ഥാനം ഉറപ്പായതോടുകൂടി സാധാരണ രാഷ്ട്രീയ കോൺഗ്രസ്സിനകത്ത് ഉണ്ടാകുന്നത് പോലെ തന്നെ അധികാര വടംവലിയും അതിരൂക്ഷമായി. അധികാര വടംവലി അധികം രൂക്ഷമായതോടുകൂടി ആര് എന്ത് എപ്പോൾ അതിന് ജാതി സമവാക്യങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ നടന്നു. അന്ന് KPCC പ്രസിഡൻ്റായിരുന്ന KK വിശ്വനാഥൻ, അതുപോലെ തന്നെ കേരള കൗമുദിയുടെ പത്രാധിപരായിരുന്ന സുകുമാരൻ, ഇവർ രണ്ടുപേരും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ട് ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം ഇതാണ്: പാർട്ടിയിലെ സീനിയർ ചെയർമാനാകുക. പാർട്ടിയിൽ സീനിയർ M. കുഞ്ഞിരാമൻ, കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല. അങ്ങനെ അദ്ദേഹം മേയറായി. ആളുകൾ മൂക്കത്ത് വിരൽ വെച്ച സംഭവമാണ്. ശ്രീപത്മനാഭൻ്റെ മണ്ണിൽ പറയ സമുദായത്തിൽ പിറന്ന ഒരാൾ മേയറാവുകയോ? പക്ഷേ അതിൻ്റെ പ്രശ്നങ്ങൾ അദ്ദേഹം അനുഭവിച്ചു. കാരണം ആ കാലഘട്ടത്തിലെ മാതൃഭൂമി കേരള കൗമുദി പത്രം എടുത്ത് വായിക്കുമ്പോൾ അറിയാം, അന്ന് ആകെ ഒരു കാറാണ് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലുണ്ടായിരുന്നത്. ഈ കാർ എന്നും വർക്ക്ഷോപ്പിലാണ്. ഈ കാറെന്നും വർക്ക്ഷോപ്പിലായതിന് കാരണം ദളിതനായൊരു മേയറേയും കൊണ്ട് സവർണനായ ഒരു ഡ്രൈവർ വണ്ടി ഓടിക്കുക എന്ന് പറയുന്ന ആക്ഷേപം ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ്. ഇതിനെക്കുറിച്ച് എഡിറ്റോറിയൽ എഴുതേണ്ടി വന്നു സുകുമാരന്. കേരള കൗമുദിയിൽ അതിൻ്റെ എഡിറ്റോറിയലൊക്കെ ഉണ്ട്. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ കടന്നാണ് സ്ഥിരം അദ്ദേഹം ടാക്സിയിലായിരുന്നു യാത്ര ചെയ്തിരുന്നത്. അങ്ങനെ ഒരു കൊല്ലമേ അന്ന് മേയറായിരിക്കാൻ കഴിയും. 1971 നവംബർ മാസത്തിൽ അദ്ദേഹം സ്ഥാനം ഒഴിയുകയാണ്. ഈ കാലഘട്ടത്തിലാണ് അന്ന് തിരഞ്ഞെടുക്കപ്പെട്ട, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് കൃത്യമായി രേഖകളും തെളിവുകളുമുള്ളവർക്ക് താമ്രപത്രം നൽകുന്ന കൂട്ടത്തിൽ കേരളത്തിൽ നിന്ന് ചുരുക്കം ആളുകളിൽ താമ്രപത്രം കിട്ടിയ ഒരാളാണ് മേയർ കുഞ്ഞിരാമൻ. അദ്ദേഹം 1974 മറ്റോ അറ്റാക്ക് വന്ന് അദ്ദേഹം ഹൃദയസ്തംഭനം മൂലം അദ്ദേഹം മരിക്കുകയാണുണ്ടായത്. പക്ഷേ അദ്ദേഹം പല കാര്യങ്ങൾക്കും തിരുവനന്തപുരം പട്ടണത്തിൽ ചേരി നിർമ്മാർജ്ജന പ്രസ്ഥാനത്തിന് ആദ്യമായി ഒരു കോർപ്പറേഷൻ തീരുമാനമെടുക്കുന്നത് അദ്ദേഹം മേയറായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ ഇന്നത്തെ ബാംബു കോർപ്പറേഷൻ്റെ പ്രാഥമിക രൂപമായ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മരപ്പാലത്ത് തുടക്കം കുറിക്കുന്ന അദ്ദേഹമാണ്. അങ്ങനെ നിരവധി പരിഷ്കാരങ്ങളും നിരവധി ശ്രമങ്ങളും സാമൂഹ്യ രംഗത്ത് അവസാനം വരെ ഓല കെട്ടിയ വീട്ടിൽ ജനിച്ച് ജീവിച്ച് വളർന്ന് അവിടെ തന്നെ മരിച്ച അദ്ദേഹം. ഇന്ന് ആ വീട് ടെറസ് കെട്ടിടമാണ്.
അത് കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റമാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളയിലെ മകൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇതെല്ലാം കൃത്യമായ രേഖകളും തെളിവുകളും നമുക്ക് ലഭ്യമാണ്. അദ്ദേഹത്തിന് കിട്ടിയ താമ്രപത്രവും അത് മറ്റു വിവരങ്ങളൊക്കെ ആ വീട്ടിൽ ഇന്ന് ലഭ്യമാണ്. പൊട്ടക്കുടിയിൽ നിന്ന് തേക്കുമുട്ടിലേക്ക് പോകുന്ന സൈഡിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. ആകെ ആ കുടുംബത്തിൻ്റെ ആസ്തി എന്ന് പറയുന്നത് ഒരു റേഷൻ കട മാത്രമാണ്. അത് പിൽക്കാലത്ത് സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് അനുവദിച്ചു കൊടുത്ത ഒരു സൗജന്യത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ലഭ്യമായത്. ഈ മേയർ കുഞ്ഞിരാമന് മറ്റൊരു പ്രത്യേകത, ഇതിപ്പോൾ ഇവിടെ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. കേരളത്തിലെ ആദ്യത്തെ ദളിത് മേയർ എന്നത് ഈ കുഞ്ഞിരാമൻ സാറാണ്. പക്ഷേ ഈ കുഞ്ഞിരാമൻ ഉചിതമായൊരു സ്മാരകം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം ഇല്ല എന്നാണ്. ഇനിയെങ്കിലും അത് ഉണ്ടാകേണ്ടതുണ്ട്. അത് ഒരുപക്ഷെ തിരുവനന്തപുരം കോർപ്പറേഷൻ അത് ചെയ്യാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.